ഹായ് ഓൾ, ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ. അപ്പം നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ട് ഡോർ WPC കൊണ്ട് പണിയുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആൻഡ് ഷട്ടേഴ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രെയിമിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ച് 2.5 ഇഞ്ച് സെക്ഷനും ബാക്ക് ഡോറിൻ്റെത് 4 ഇഞ്ച് 2.5 ഇഞ്ച് സെക്ഷനുമാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് 2.5 ഇഞ്ച് കൊണ്ട് നമ്മൾ ഫ്രണ്ട് ഡോർ സെറ്റ് ചെയ്തപ്പം ലോക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ കോർണേഴ്സൊക്കെ ജോയിൻ ചെയ്തത്. പക്ഷെ 4 ഇഞ്ച് 2.5 ഇഞ്ചിന് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. നമ്മൾ ജസ്റ്റ് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുകയാണ് അതിലുണ്ടായത്. അങ്ങനെ നമ്മുടെ പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങും പുട്ടിയും എല്ലാം കഴിഞ്ഞ് ഓപ്പണിങ്ങിൻ്റെ കറക്റ്റ് സൈസിൽ അടിച്ചു കൂട്ടിയ ഫ്രെയിമിനെ നമ്മളെടുത്ത് ആ ഓപ്പണിങ്ങിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം. ആ ഓപ്പണിങ്ങിൽ എടുത്ത് വെച്ചതിന് ശേഷം മതിലിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ് ചെയ്തത്. 4 ഇഞ്ച് സ്ക്രൂ ആണ് നമ്മൾ മതിലിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ വെർട്ടിക്കൽ സൈഡിൽ 3 സ്ക്രൂവും അതിൻ്റെ ഹൊറിസോണ്ടൽ സൈഡിൽ നമ്മൾ 2 സ്ക്രൂവും വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഷട്ടറിൻ്റെ പണികളാണ്. ഷട്ടറിൻ്റെ പണികൾക്കായിട്ട് നമുക്ക് 1.5 ഇഞ്ച് തിക്നെസ്സിലുള്ള ഹൈ ഡെൻസിറ്റി ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഫ്ലോറൻസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷിങ് നമുക്ക് പല രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ ഈ ചെയ്യുന്നത് പോലെ നമുക്ക് ഗ്രൂവ് അടിച്ചിട്ട് ഓരോ ഡിസൈൻസ് ഉണ്ടാക്കാം, അതിനെ പെയിൻറ്റ് ചെയ്യാം, അതിനെ ലാമിനേറ്റ് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാക്ക് ഡോറിനെ ഇതുപോലെ ഗ്രൂവ് അടിച്ചൊരു സിമ്പിൾ ഡിസൈനിൽ ലാക്കർ പെയിൻ്റ് അടിച്ചിടുകയാണ് ചെയ്തത്. ഫ്രണ്ട് ഡോറിൽ നമ്മൾ ഡിസൈനർ മൈക്കയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഗ്രീൻ ലാമിൻ്റെ ഫ്ലൂട്ടഡ് പാനൽ എന്ന് പറയുന്ന മൈക്കയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്, പല കളറിൽ. എനിവേ ഞങ്ങളിവിടെ വൈറ്റിൽ ഒരു സ്ട്രൈപ്സ് വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വീട് ഫുള്ളൊരു വൈറ്റ് തീമിലായിരുന്നു. ഇതിൻ്റെ എലഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനം. അപ്പോൾ എല്ലാവരും WPC ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി സാധനമാണ്. നമുക്ക് വളരെ ചീപ്പായിട്ട് ഡോർ ഉണ്ടാക്കാം, വളരെ നല്ല ഡിസൈൻസ് ഉണ്ടാക്കാം. സ്ട്രോങ് ആണ്, സേഫാണ്, എല്ലാം കൊണ്ടും നല്ല പ്രോഡക്റ്റാണ്. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ഉപയോഗിച്ചോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ആയിട്ട് വരുന്നത് വരെ ശുഭം.